ഉഗ്രൻ സെലക്ഷൻ. ആദ്യം സൂപ്പർ ഓർക്കസ്ട്രയ്ക്ക് ഒരു വലിയ കയ്യടി. എല്ലാവരെയും എടുത്തെടുത്ത് പറയണമെന്നുണ്ട്, കാരണം അത്ര മനോഹരമായിരുന്നു, സൂപ്പറായിരുന്നു. ഈ ഒരു പാട്ട് ഏതൊരു മലയാളി എപ്പോൾ കേട്ടാലും നമ്മുടെ കണ്ണ് നനയും. ഈ പടത്തിന്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. എല്ലാം അങ്ങനെയാണ്. ഇത് അങ്ങനത്തെ ഒരു പടമാണ്. മോളുടെ ഈ സെലക്ഷൻ, മോളുടെ ഈ പാട്ട് ബ്യൂട്ടിഫുൾ. നന്നായി പാടി. നല്ല കോൺഫിഡൻസ് വന്നു, ചിരിച്ച് പാടുന്നു. അതൊക്കെ ഞാനിങ്ങനെ നോട്ടീസ് ചെയ്തു. മോള് നല്ല ഇന്ററാക്ട് ചെയ്ത് നല്ലതുപോലെ ഹാപ്പി ആയിട്ട് പാടുന്നുണ്ട്. പിന്നെ മോളുടെ പാട്ടിനകത്ത് ആ സ്വരം, എനിക്ക് തോന്നുന്നു മോൾക്ക് തന്നെ അറിയാം എവിടെയാണ് ഒരു ചെറിയൊരു പെർഫെക്ഷൻ കുറവ് എനിക്ക് തോന്നിയത്. ആ സ്വരത്തിലെ ലാസ്റ്റ് പോർഷൻ അത് മാത്രം ഒന്ന് പാടും. അത് കേട്ടില്ല. അവിടെ എത്തിയപ്പോഴത്തേക്ക് സനി ശ്വാസം തീർന്നു. കുറച്ചുകൂടെ അവിടെ ഓപ്പൺ ആവാം വോയിസ്. ഒന്ന് ട്രൈ ചെയ്യൂ. സനി സനി നിരിനി പാപ ധനി ധമ നിരിനി പാപ ധനി ധമ ധാധ പഗരി സനി. ബെറ്റർ. അപ്പൊ അവിടെ അത് കോൺഷ്യസ് ആവണ്ട, ലോവർ രജിസ്റ്ററിലേക്ക് പോകുന്നു, എനിക്ക് സ്ട്രെയിൻ ആവുന്നുള്ളൊരു കോൺഷ്യസ് ആവണ്ട മോള്. ജസ്റ്റ് അത് ആ ഒരു രീതിയിൽ തന്നെ ഹാപ്പി ആയിട്ട് പോയി വരിക. അപ്പൊ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ചിരിച്ചിരുന്നെങ്കിൽ അവിടെ ആ സ്ട്രെയിന് അങ്ങനെ പിടികിട്ടില്ല. അല്ലാതെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. കാരണം ഒന്നാമത് ഈ ഒരു പാട്ട് അങ്ങനത്തെ ഒരു പാട്ടാണ്. ബുദ്ധിമുട്ടാണ് ഇത് പാടാൻ. പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്പെഷ്യലി ഈ സ്വരങ്ങൾ വന്നപ്പോഴത്തേക്ക് സ്വരങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാണ്. എല്ലാം സെയിം റിപ്പീറ്റ്സ് അല്ലേ വരുന്നത്. കുറച്ചുകൂടെ എളുപ്പമാണ് പഠിക്കാൻ. പക്ഷെ നൈസ് മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉഗ്രൻ. ഗോഡ് ബ്ലെസ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. കാർത്തിക. എന്തോ സാർ? ഉഗ്രം പാട്ട്. അപ്പം നമ്മുടെ അണ്ണാച്ചിയുടെ പാട്ടാണ്. അണ്ണാച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് ചങ്കണ്ണാച്ചിയാണ്. അത് കുറെ ഇഷ്ടമാണ്. അപ്പൊ അത് നന്നായിട്ട് പാടി. എനിക്കുള്ള ഒരു ഈ പൂവുകളിൽ ആടി വരും. അവിടെ നിന്ന് ഒന്ന് പാടാമോ? അത് ചന്ദനപ്പൂങ്കാവുകളിൽ തന്നനമാടുന്ന പൂവുകളോ പൂവുകളിൽ ആടി വരും കുഞ്ഞുമലാകതൻ തൃക്കഴലോ തൃക്കഴലാടും പൊൽത്തളയോ. ഇപ്പൊ ഓക്കെ അതേ ഉള്ളൂ. മാലാഖ കേട്ടോ. അത് ആ തൃക്കടൽ, അത് ആ സംഗതിക്കൊരു ആ മൃഗായിക്കൊരു നോട്ട് വ്യത്യാസമായിരുന്നു ആദ്യം പാടിയപ്പോൾ. അതുകൊണ്ടാണ് പാടിച്ചത്. പിന്നെ ഇപ്പോൾ ആ സ്വരം ലാസ്റ്റ് പോർഷൻ ആയിരുന്നു ക്ലാരിറ്റി ഇല്ലാതെ മഞ്ചേരി പാടിച്ചു കേട്ടോ. പിന്നെ ആ ലല്ലല്ലയൊക്കെ ശരിയാവാം കേട്ടോ. എനിക്ക് ലല്ലല്ലയോട് അത്രയ്ക്കും അത് നീതി പുലർത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ നല്ല പാട്ട് നന്നായിട്ട് തന്നെ പാടി. ഇപ്പോൾ സുപ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ ടോൺ പല ഏരിയകൾ പാടുമ്പോൾ പല ശബ്ദം വരാണ്ട് നോക്കുക. നല്ല ശബ്ദമല്ലേ, കൂളായിട്ട് കിട്ടും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്റ്റെഡിനെസ് വന്നാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നന്നായിട്ട് പാടിയിട്ടുണ്ട്, പാട്ട് പാടി. പക്ഷെ അതല്ല വേണ്ടത്, പ്രൊഫഷണലിസം നമ്മൾ കൊണ്ടുവരണം. എവറി സോങ് നീഡ്സ് എ പെർഫെക്ഷൻ. ഇപ്പം ആദ്യത്തെ പല്ലവി ഒന്ന് പാടിയേ. കാട്ടിലെ മൈനയെ ആ കറക്റ്റായിട്ട് അങ്ങ് നിൽക്കണം. അവിടെ തന്നെ കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാര്? അതാണ് ആ ഒരു ഇത്. കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാരു? കുളിർ കാറ്റോ? കാറ്റിന്റെ താളത്തിലാടുന്ന പൊന്മുളം കാടോ മലർമേടോ ഇളകും കടലോ. അങ്ങനൊരു നല്ല പവർ കൊടുത്ത് പാടണം. അപ്പം നന്നായിട്ട് പാടും. ഓക്കെ. അതുപോലെ തന്നെ ആ സ്വരസ്ഥാനങ്ങളൊക്കെ ശക്തമായിട്ട് അടിച്ചൊന്ന് പാടിക്കേ. പാസനി സാരി സനി സരി പാസനി സാരി സനി സരി പാസനി സാരി സനി സരി പാസനി സാരി സനി സരി നിരിനി പാപ സഗസദാദ നിരിനി പാപ ധനി ധമ ധാധ പഗരി സനി ധാധ പഗരി സനി. എല്ലാത്തിനും ഒരു കുണിപ്പെടും. ധാധ പഗരി സനി. നീ കുത്തി ഇറക്കണം, മനസ്സിലായോ? അപ്പോഴാണ് നമുക്ക് നല്ല ഒരു എനർജറ്റിക് ഫീൽ കിട്ടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. കൂടുതലായിട്ട് എന്ത് പറയാനാ, എല്ലാവരും പറഞ്ഞു നല്ലൊരു പാട്ട്, നല്ല സെലക്ഷൻ, എവറിത്തിങ് ഈസ് ഗുഡ്. ഗുഡ് ലക്ക്. താങ്ക് യു സർ.